നമ്മുടെ നാട്ടിലെ ജനാധിപത്യ ചരിത്രത്തിലെ ഒരു വലിയ സംഭവമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഒരാൾ ജയിലിൽ ജനപ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അങ്ങനെ സത്യപ്രതിജ്ഞ എന്നാൽ പുനഃപ്രതിജ്ഞ എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ആൾറെഡി ഒരിക്കൽ സത്യപ്രതിജ്ഞ ചെയ്തതാണ് നമ്മുടെ തിരുവനന്തപുരത്തെ വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതൻ. അദ്ദേഹം ഇന്ന് വീണ്ടും വിയ്യൂർ സെൻട്രൽ ജയിലിൽ വെച്ചാണ് സത്യപ്രതിജ്ഞ നടത്തിയത്. കേരളത്തിലെ ജനാധിപത്യ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, പലരും ജയിലിൽ കിടന്ന് ഭരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലാലു പ്രസാദ് യാദവ്, അതുപോലെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ജയലളിത എന്നൊക്കെ. ജയലളിത മുഖ്യമന്ത്രി ഇരിക്കുമ്പോഴാണോ ജയിലിൽ കിടന്നത്? അല്ല, ഇറങ്ങിയ ശേഷം. അപ്പോൾ ഈ ലാലു പ്രസാദും ഇദ്ദേഹമൊക്കെ ജയിലിൽ കിടന്ന് ഭരിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ സുഗതനെ ശരിക്കും ഒരു കാപ്പ കേസിൽ കുടുക്കിയതാണ് കഴിഞ്ഞ LDF സർക്കാർ. ആണല്ലോ അത്. അതെ, കഴിഞ്ഞ LDF സർക്കാരാണ് അയാളെ കാപ്പ കേസിൽ കുടുക്കിയത്. ഇന്നലെ ഹൈക്കോടതി ഇദ്ദേഹത്തിന് ഇതിൻ്റെ അനുമതി കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണ്. അവർ പറയുന്നുണ്ടായിരുന്നു, ഇയാൾ ജനഹിതം എന്നുള്ളത് നമ്മൾ മാനിക്കണമെന്നുള്ളത്. അതെ, അത് വളരെ പ്രധാനപ്പെട്ട. അയാൾ ഇത്രയും വലിയ ഭീകരനാണെങ്കിൽ എങ്ങനെ അയാൾ ആ വാർഡിൽ ജയിച്ചു എന്നാണ്. അതും കേരളം പോലൊരു സംസ്ഥാനത്ത്, തിരുവനന്തപുരം പോലൊരു തലസ്ഥാന ജില്ലയിൽ വിദ്യാസമ്പന്നരും എന്താ പറയുന്നത്, സർക്കാർ ജീവനക്കാരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു വാർഡിൽ എങ്ങനെ, ഈ വാഴോട്ടുകോണം വാർഡിൽ സുഗതൻ എങ്ങനെ ജയിച്ചു? അപ്പോൾ സുഗതൻ ജയിച്ചെങ്കിൽ അയാൾക്ക് ജനപ്രീതി ഉണ്ടായിട്ടാണ്. അത് ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യമാണ്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? അങ്ങനെയുള്ള ആൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവകാശം ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല എന്നാണ് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞത്. അല്ല, അപ്പോൾ ഏതായാലും ഇന്നിപ്പം തിരുവനന്തപുരം മേയർ VV രാജേഷ് വിയ്യൂർ ജയിലിലെത്തി. അദ്ദേഹം തന്നെയാണ് ചൊല്ലിക്കൊടുത്തത്. സുഗതൻ വന്ന് സത്യപ്രതിജ്ഞ കയറ്റി പറഞ്ഞു, അത്തേക്ക് സെല്ലേക്ക് തിരിച്ച് മടങ്ങുകയും ചെയ്തു. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ, VV രാജേഷ് ഇനിയും നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴും പ്രതികരിച്ചിട്ട് അദ്ദേഹം പ്രതികരിക്കുമായിരിക്കും. പക്ഷേ ഇനിയും ഇവിടെ വരുന്നൊരു ചോദ്യം, ഈ സുഗതൻ കൗൺസിലറാണെങ്കിൽ പോലും ഈ അടുത്ത കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അദ്ദേഹം അയോഗ്യനാകുമോ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അയോഗ്യത കൽപ്പിക്കാനുള്ള സംവിധാനം, അയോഗ്യത കൽപ്പിക്കണമെന്നാണ് ഇതിൽ പറയുന്നത്. ഏതാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആയിട്ടുള്ള ചട്ടത്തിൽ പറയുന്നത് അങ്ങനെയാണ്. പഞ്ചായത്തി രാജ് നഗരപാലിക ചട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് ഒഴിവാക്കാൻ മിക്കവാറും അതിന് കോടതിയെ സമീപിച്ചേക്കും. കോടതി സമീപിക്കാനാണ് സാധ്യത. കാരണം സുഗതന് പങ്കെടുക്കുന്നതിന് വേണ്ടി ഒന്നിൽ കൗൺസിൽ യോഗം നീട്ടിവെക്കുക, അല്ലെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് പ്രത്യേക അനുമതിയോടുകൂടി എത്തുക എന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത്. അല്ല, നമ്മളിവിടെ ഇന്നലെ കോടതി പറഞ്ഞ അതേ കാര്യം നമുക്ക് മേൽക്കോടതിയിലും BJP ഉന്നയിക്കാം. കാരണം ജനഹിതമാണ്, ആളുകൾ തിരഞ്ഞെടുത്തോട്ട് ജനപ്രതിനിധിയാണ്. അയാൾക്ക് സഭാ കൗൺസിലിൽ പങ്കെടുക്കണം. അയാളെ വാർഡിലെ വിഷയങ്ങൾ ഉന്നയിക്കാൻ പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ? അതെ, അത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. അത് മാത്രമല്ല, ഇപ്പോൾ ഈ കാപ്പ കേസ് എന്ന് പറയുന്നത് സത്യത്തിൽ കാപ്പ കേസ് സാമൂഹിക വിരുദ്ധ നിയമമാണ്. സാമൂഹിക വിരുദ്ധ അതിക്രമം തടയൽ നിയമമാണ്. ഇവർ സമൂഹത്തിന് ഭീഷണിയായി മാറുന്ന ആണ് ഇതിനകത്തെ പ്രശ്നം. ഇതിനകത്തിപ്പം സുഗതനെ പെടുത്തിയിരിക്കുന്നത് നേരത്തെ തുടങ്ങിയ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ പിന്നെ ഏറ്റവും അവസാനമായിട്ട് വന്ന് അവിടുത്തെ ഒരു CPM നേതാവിനെ എങ്ങാണ്ട് വെട്ടുവോ മറ്റോ ചെയ്ത ഒരു ഉത്സവത്തിനിടയിൽ അതിൻ്റെ പേരിൽ വധശ്രമ കേസുണ്ടായിരുന്നു. ആ വധശ്രമ കേസിൽ ജാമ്യം കിട്ടാവുന്ന വകുപ്പേ ഉള്ളൂ. പക്ഷേ അതിനകത്തുനിന്നും ഊരിപ്പോരരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നേരത്തെ സ്റ്റാർട്ട് ചെയ്തിരുന്ന കാപ്പ ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. മാത്രമല്ല, ഈ കോൺഗ്രസും CPM-ഉം ഇവരുടെ പൊതുശത്രു ആയതുകൊണ്ട് രണ്ടുപേരും ഇക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കും. പക്ഷേ സുഗതന് നല്ല ജനപിന്തുണയുണ്ട്. ആ വാർഡിലെ ജനങ്ങൾ സുഗതനൊപ്പമാണ്. അല്ല, മാത്രമല്ല ഇത് രസകരമായ കാര്യം, സുഗതന് കിട്ടിയ പോലെ പബ്ലിസിറ്റി തിരുവനന്തപുരത്ത് മേയർക്ക് പോലും കിട്ടാത്ത അവസ്ഥയല്ല. കേരളം മൊത്തം ലോകം മുഴുവൻ അറിയുന്നു ഇങ്ങനെ ഒരു സുഗതനെ വെടിവെച്ച് പിടിക്കുകയായിരുന്നു. അതായത് വലിയ വലിയ ആൾക്കാരെയൊക്കെ വെടിവെച്ചാണ് പിടിക്കുന്നത്. എന്തിനാണ് വെടിവെച്ച് പിടിച്ച ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇത് സെൻസേഷനാക്കി കോടതിയുടെ ശ്രദ്ധയിൽ വരുന്നതിന് വേണ്ടിയായിരുന്നു. അതാണ്, ഇയാൾ വലിയ അക്രമമാണ്, കുഴപ്പക്കാരനാണ്, അതുകൊണ്ട് ഞങ്ങൾ ആകാശത്തേക്ക് വെടിവെച്ചിട്ടാണ് ഇയാളെ ഞങ്ങൾ പിടികൂടിക്കൊണ്ടുവന്നതെന്നൊക്കെ കോടതി ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്തതായിരിക്കും. സുഗതനെ പൂട്ടുക എന്ന ലക്ഷ്യത്തോട് തന്നെയാണ് വട്ടിയൂർക്കാവിൽ ഒരു SHOയെ നിയോഗിച്ചതെന്നാണ് പറയുന്നത്. പക്ഷേ അത് നമുക്ക് ഒരു കണക്കിലെടുക്കാൻ പറ്റില്ല. കാരണം ഇലക്ഷൻ ട്രാൻസ്ഫർ ആയിട്ട് വന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. അവർ ഒരിക്കലും ഈ പറയുന്ന ചെങ്ങന്നൂർ എങ്ങാണ്ടിരുന്ന വിപിൻ എന്നെങ്ങാണ്ട് പറയുന്ന ഒരു SHO ആണെന്ന് തോന്നുന്നു, അയാൾ അവിടെ വന്നിരിക്കുന്നത്. അപ്പം പാർട്ടിക്ക് വേണ്ടിയാണ് ഈ പരിപാടികളെല്ലാം ചെയ്തിട്ടുള്ളതെന്നുള്ളത് സത്യമാണ്. CPM-ന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാപ്പ കേസ് ചോദ്യം ചെയ്യണമെങ്കിൽ കാപ്പ അഡ്വൈസറി ബോർഡിലാണ് ഒന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഹൈക്കോടതിയുടെ ഡിവിഷൻ സമീപിക്കേണ്ടത്. അപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് PV കുഞ്ഞികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഒരു വിധി വന്നപ്പോൾ ആ വിധിയിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർക്ക് ഈ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാവുന്നതാണ്. അത് ജനപ്രതിനിധിയാണ്, നമ്മളെ ചിന്തിക്കണം.
ഈ മാത്രം ഇയാളെ കാപ്പ കേസ് ഇയാളെ കുരുക്കാനും വേണ്ടിയുള്ള കുറ്റങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഹൈക്കോടതിയിൽ അവർക്ക് ഉന്നയിക്കാമല്ലോ ഇവരുടെ അഭിഭാഷകൻ. അപ്പോൾ എന്തായാലും സുഗതന്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞതോടെ BJP ഒരു കടമ്പ കൂടെ കടന്നു. ഇനിയും കിടക്കുന്ന കടമ്പ എന്ന് പറയുന്നത് ഈ മുനിസിപ്പൽ കൗൺസിൽ യോഗമാണ്. ഈ കൗൺസിൽ യോഗം ഇനി വിളിക്കണം എന്ന് പറയുന്നത് എനിക്ക് മാസത്തിലൊന്നാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അടിയന്തര പ്രാധാന്യമുള്ള വിഷയം വരുമ്പോഴേ. ഇപ്പോൾ രണ്ടാമത്തെ കൗൺസിൽ യോഗം കഴിഞ്ഞു, സുഗതൻ പങ്കെടുക്കാത്ത 2 കൗൺസിൽ യോഗം കഴിഞ്ഞു, ഇനി മൂന്നാമത്തേതാണ്. അതിനോടകം തന്നെ ഇപ്പം തന്നെ ഇവർ മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഉറപ്പാണല്ലോ ഈ ദിവസങ്ങളിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ അവർ സമീപിക്കും. എത്രയും വേഗം ഇതിനുള്ള അനുകൂല വിധി നേടാനുള്ള ശ്രമം അവർ ശക്തമായ പോലെ തന്നെ നടത്തും. BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. പിന്നെ ഈ ഓട്ടോമാറ്റിക്കലി ഇയാൾ പുറത്തു പോകുന്നു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ സംഭവം ചിലപ്പോൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരാളെ അയോഗ്യനാക്കുക എന്ന് പറയുമ്പം ഇപ്പം അദ്ദേഹം പറയാൻ പോകുന്ന ഒരു ഇതെന്ന് പറയുന്നത് ഞാൻ മനഃപൂർവ്വം വിട്ടുനിന്നതല്ലല്ലോ. ഇപ്പം എൻ്റെ പേരിൽ സർക്കാർ കേസെടുക്കുന്നു, അത് രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി ഒരു കേസെടുക്കുന്നു, ആ കേസെടുത്ത് എന്നെ ജയിലിലടയ്ക്കുന്നു, അത് കൂടാതെ എൻ്റെ പേരിൽ കാപ്പ ചുമത്തുന്നു. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് കോടതിയിൽ ജാമ്യം കിട്ടി വരാനുള്ള താമസം ഉള്ളതുകൊണ്ട് എനിക്ക് ഇത് എൻ്റെ കാര്യത്തിൽ ബാധകമാകരുത് എന്ന് പറഞ്ഞ് ഒരു വാദം ഇവർ ചിലപ്പോൾ മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അന്നേരവും കോടതി എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു ഏറ്റവും പ്രസക്തമായ കാര്യം. മാത്രമല്ല ഇത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ജനപ്രതിനിധിയെ ഇമാതിരി കേസിൽ കൊടുക്കുകയും അയാളെപ്പോഴും ജയിലിടുകയും അയാളെ വിജയത്തിന് അംഗീകരിക്കാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനൊക്കെ ശ്രമം നടക്കുന്നതിൻ്റെ അതിൻ്റെ ഭരണഘടനാപരമായ വശങ്ങൾ ഒരുപക്ഷെ കോടതിയിൽ ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തായാലും സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തു, BJP പകുതി വിജയിച്ചു. അടുത്ത നീക്കം BJPയുടെ സത്യയോട് കൂടി ഇരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് ഒഴിവാക്കിയെങ്കിൽ മാത്രമേ ഇവിടെ കോൺഗ്രസിനും CPM-നും പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം PV രാജേഷ് മേയർ എന്നുള്ള നിലയിൽ വലിയ ശക്തനായി മാറിക്കഴിഞ്ഞ വലിയ തോതിലുള്ള ജനപ്രിയ പരിപാടികൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാത്രവുമല്ല CPM-നെ സംബന്ധിച്ചിടത്തോളം എന്ത് വില കൊടുത്ത് ഈ ഭരണസമിതിയെ പുറത്താക്കിയേ പറ്റുള്ളൂ. കാരണം അവർ പതിറ്റാണ്ടുകളെ നടത്തിയ മുഴുവൻ അഴിമതി കഥകൾ ഓരോന്നേരും പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്, അന്വേഷണം നടക്കുകയാണ്. ഇവർ കയ്യേറി വെച്ചിരുന്ന നേതാക്കന്മാർ കയ്യേറി വെച്ച് കച്ചവടം നടത്തിക്കൊണ്ടുവന്ന ബിൽഡിങ്ങുകൾ തിരിച്ചു പിടിക്കുന്നു. നമ്മൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള കോടിക്കണക്കിന് രൂപ ഈ നേതാക്കന്മാരെ പറ്റി സമ്പാദിച്ചതിന് കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നിൽക്കാക്കളില്ലാതായിപ്പോൾ. അതുകൊണ്ട് എങ്ങനെയും പുറത്ത് പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാമെന്നും പറയുന്നത് അത്ര ഒരു എളുപ്പമുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയാണെങ്കിലും. എന്തായാലും ശബരിനാഥൻ ഇതിനിടയ്ക്ക് കുറച്ച് കളികളൊക്കെ കളിച്ചു, പക്ഷേ അവിടെ അതിനെല്ലാം തിരിച്ച് BJP-ക്കാർ അപഹസിച്ചുകൊണ്ട് മറുപടി ജീവനുണ്ടെങ്കിൽ ഇന്നലെ നമുക്കിവിടെ ഡിസ്കഷന് വന്ന സ്റ്റാലിൻ ദേവൻ അദ്ദേഹം പറഞ്ഞതാണ് ശബരിനാഥൻ്റെ കൊക്കിന് വീണ്ടും ജീവൻ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ ഇവർ വിയൂരി എന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നതിനെ അപഹസിച്ചും ശബരിനാഥൻ ഇന്നലെ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താണെങ്കിലും എല്ലാവർക്കും ഒരു പിടിവള്ളി എങ്ങനെ സുഗതനെ പുറത്താക്കാം. ഇതൊരു സിനിമയുടെ ക്ലൈമാക്സ് പോലെ അല്ല, ആവേശകരമായ ഒരു ക്രിക്കറ്റ് മത്സരം പോലെ അല്ല, ഫുട്ബോൾ മത്സരം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി നടക്കുകയാണ്. പക്ഷെ അന്തിമ വിജയം സുഗതനായിരിക്കുമോ എന്നാണ് അറിയേണ്ടത്. മാത്രമല്ല BJP-യെ സംബന്ധിച്ചിടത്തോളം ദേശീയ നേതൃത്വത്തിന് പോലും ഇത് അവർ താല്പര്യം എടുക്കും. കാരണം കേരളത്തിൽ അവർക്ക് ആദ്യമായിട്ടാണ് ഒരു തലസ്ഥാന നഗരത്തിൻ്റെ മേയർ സ്ഥാനം ഭരണം BJP കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം BJP-യെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ അവരുടെ ഭാവി പ്രവർത്തനങ്ങൾക്കൊക്കെ ഉതകുന്ന രീതിയിൽ തലസ്ഥാനത്ത് തന്നെ അവർ കോർപ്പറേഷൻ പിടിച്ചിരിക്കുന്നു എന്നുള്ളത് അവർ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇപ്പം BJP-യിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന വളരെ മോശമായ അല്ലെങ്കിൽ അപമാനകരമായ ഒരുപാട് സംഭവങ്ങൾ, ഇപ്പോൾ പണം തട്ടിപ്പിൻ്റെ കഥകൾ പുറത്തു വരുമ്പോൾ അതൊന്നെല്ലാം അവർക്ക് രക്ഷ നേടണമെങ്കിൽ അവർക്ക് ഈ കേസ് ലൈവായി നടത്തുകയും അത് കൃത്യമായി ഈ സോദന പുറത്തിറക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുക തന്നെ വേണം.